വാഴൂർ പഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ വാഴൂർ പഞ്ചായത്ത് 7-ാം വാർഡിൽ താമസിക്കുന്നു. എൻ്റെ പേര് രാധ. ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മകളുമായിട്ട് ഇങ്ങനെ താമസം. എൻ്റെ ഭർത്താവിന് ഒരു അറ്റാക്ക് ഒരു രോഗം വന്നതിന് ശേഷമായി എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകാൻ മേലാതെ ജോലിക്ക് പോകാനായിട്ട് തന്നെ പുള്ളി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. ലോൺ എടുത്തു കഴിഞ്ഞ് പുള്ളിക്ക് അറ്റാക്ക് വന്നു. 5 പ്രാവശ്യം ICU കയറി. പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകാൻ മേലാതായി. പുള്ളി ആ ICU ഇറങ്ങിക്കഴിഞ്ഞ് ജോലിക്ക് വീണ്ടും ഉണ്ടായി. വീണ്ടും ICU കയറി. പിന്നെ ഡോക്ടർ ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞ ശേഷം അപ്പോൾ ആ ലോൺ എടുത്ത് പുള്ളി തൊഴിൽ ചെയ്തുകൊണ്ട് ആ ലോണ് ഇന്ന് ബാങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ഇന്ന് ഈ കുടുംബത്തിന് 50,000 രൂപ ലോൺ എടുത്തു. 50,000 രൂപ ലോൺ എടുത്തു കഴിഞ്ഞാണ് ബാങ്കിൽ നിന്ന് പല പ്രാവശ്യം ജപ്തി നോട്ടീസ് വന്നായിരുന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തരുന്ന ബാങ്കുകാർ വിളിക്കുന്നതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് പണം അടയ്ക്കാനും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നിവൃത്തിയില്ല. പുള്ളിക്ക് ജോലിക്കും പോകത്തില്ല. ഈ 34 വയസ്സ് പ്രായമുള്ള ഈ മകളായിട്ട് എനിക്കൊരു കൂലിപ്പണിക്ക് പോലും പോകാൻ മേലാത്ത അവസ്ഥയിലാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഈ കുടുംബത്തിന് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളതുപോലാണ് ഞങ്ങൾ ഈ കുടുംബത്തിൽ കഴിഞ്ഞു കൂടുന്നത്. ഈ കുഞ്ഞിനെ ഇട്ട് എനിക്കൊരു കൂലിപ്പണിക്ക് പോകത്തില്ല. അവൾക്ക് പല പ്രാവശ്യം അവർ വയലൻ്റ് ആവുകയും ഞങ്ങൾ 2 പേരും വേണം, അപ്പുറം ഇപ്പുറയും വേണം, വയലൻ്റ് ആവുകയും തല കറങ്ങി വീഴുകയും മുന്നോട്ടും പുറകോട്ടും തല കറങ്ങി വീഴും. ആ സമയമൊക്കെയും ഞങ്ങൾ വേണം. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട്. എൻ്റെ ഭർത്താവ് മേലാതായതിനു ശേഷം എനിക്ക് ഈ ബാങ്കിലെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്ത് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 ഇപ്പോൾ 21 ആയപ്പോഴും ഞങ്ങളെ വിളിച്ചായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം എപ്പോഴാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ മാസം ഇനി എപ്പോൾ നേരം ബാങ്ക് മാനേജർ വിളിക്കാൻ സാധ്യതയുണ്ട്. പണം അടയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാങ്കിൽ എത്ര അടയ്ക്കാനുള്ളത്? 50,000 രൂപ ലോൺ എടുത്തത്. 50,000 രൂപ ലോൺ അടച്ച് 2,70,000 എത്ര 1,70,076 രൂപ അടയ്ക്കണം. ഓക്കെ ഓക്കെ. അതിനുശേഷം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. എനിക്ക് കുഞ്ഞിനെയും കൊണ്ടൊരു എപ്പോഴും ഇങ്ങനെ വയലിൻ്റായിരിക്കും. കുഞ്ഞിനെ കൊണ്ട് മെഡിക്കൽ കോളേജിലാണ് കൊണ്ട് കാണിച്ചത്. അങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിയെ കൊണ്ട് എപ്പോഴും കൊറോണയുടെ ആയപ്പോൾ ഞങ്ങൾ ചെല്ലണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വന്ന് പറഞ്ഞ് എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് കാണിക്കാൻ എനിക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് 1,500 രൂപ കൊടുത്ത് എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയ്ക്ക് പോകാൻ പറ്റും. ഓട്ടോയ്ക്ക് 1,500 രൂപയാണ് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ എനിക്ക് 1,500 രൂപ വേണം. ഇവരെ മാറി അച്ഛനെയും 3 മാസം അച്ഛനും ചെക്കപ്പ് ചെയ്യണം. മോളെ അതുപോലെ തന്നെ മോളെയും കൊണ്ട് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കുടുംബത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 2 പേർക്കൂടെ മരുന്ന് വാങ്ങണം. അതെല്ലാം തരത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടായി. ദൈവനാമത്തിൽ എന്നെ ദൈവമക്കൾ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. എന്നോട് പറഞ്ഞല്ലോ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതെന്താ കാര്യം? വീട് മൊത്തം പോയി കിടക്കുക പാസ്റ്റർ. വീടിൻ്റെ മണ്ട മൊത്തം പോയിരിക്കുക, കട്ടള പോയിരിക്കുക, ജനൽ പോയിരിക്കുക. വീടിൻ്റെ മണ്ട ഞങ്ങൾക്ക് എപ്പോഴും ഇതിനകത്ത് കിടക്കാൻ തന്നെ പേടി. ഒരു കാറ്റോ മഴയോ വരുമ്പോൾ എനിക്ക് കിടക്കാൻ പേടി. കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. എനിക്ക് വളരെയധികം കഥവൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. എല്ലാം പോയിരിക്കുക. കഥവും പോയിരിക്കുന്നു, കട്ടള പോയിരിക്കുന്നു, ജനലെല്ലാം പോയിരിക്കുന്നു. ഈ ഒരു ജനൽ മാത്രമേ ഉള്ളൂ ഉറപ്പുള്ള ജനൽ. ബാക്കി തടിജനലാണ് എല്ലാം പോയിരിക്കുകയാണ്. ഈ ഫ്രണ്ടിലത്തെ കഥവും മാത്രമേ പോയിരിക്കുക. ബാക്കി മൊത്തവും പോയിരിക്കും. ഇപ്പം എപ്പോഴാണ് നേരത്തെ നല്ലൊരു കാറ്റും മഴയും വരുമ്പോൾ വീഴുന്നതെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ ഭവനം മുന്നോട്ട് പോകുന്നത്. അതിനാ മൊത്തം വെള്ളം വീഴും. നമ്മൾ മഴ പെയ്യുന്ന റോഡ് പോലെയായി പെരയ്ക്കകം കിടക്കുന്നത്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇത്രയും നന്നായിട്ട് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ മൊത്തം വെള്ളമാണ്. ഞാൻ പാത്രം വയ്ക്കാവും. ഇവിടെ നിന്ന് ഇരിക്കത്തുമില്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നവരൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. മുറിക്കകത്ത് 2 കട്ടിലേ മാത്രം ഞങ്ങൾ 3 പേര് ഒതുങ്ങിക്കൂടുന്നത്. വെള്ളം വീഴത്തില്ല. പാത്രം പെറുക്കി വെച്ച് ആ സൈഡിലേക്ക് കൊച്ചിനെ നനയ്ക്കാതെ എന്നു വെച്ചാൽ ഇത് നനഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ കൊച്ചിന് വേറെ അസുഖങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനെ സൈഡിലോട്ട് മാറ്റി അതിനിടയ്ക്കാണ് വയലൻ്റ് ആകുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പല പ്രാവശ്യവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കൊച്ചിന് എത്രാമത്തെ വയസ്സിൽ അസുഖം തുടങ്ങി? അവർക്ക് 1 വയസ്സായപ്പോൾ അസുഖം തുടങ്ങി. ഇപ്പം 34 വയസ്സുണ്ട്. ഈ 34 വർഷം വരെ അവൾ ചികിത്സയിലാണ് കഴിഞ്ഞു പോകുന്നത്. പലരുടെ സഹായത്തിലും ദൈവം. ഈ ഒരു മോളേ ഉള്ളൂ? ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോളേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഈ വാത്സല്യ കുടുംബത്തിലെ ഒരു വളരെ പ്രയാസത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് പോകുന്നത്. 50,000 രൂപ അവർ ലോൺ എടുത്തു. പക്ഷേ അത് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ പല പ്രാവശ്യം ജപ്തി നോട്ടീസ് അയച്ചു, ബാങ്കിൽ നിന്ന് വിളിച്ചു. ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത്. അവർക്ക് ഏക മകളാണുള്ളത്. ആണായിട്ടും പെണ്ണായിട്ടും ഒരു കുഞ്ഞേ ഉള്ളൂ.
അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് അവർ തെരുവിലേക്ക് പോകുക എന്ന് പറയുന്നത് വലിയ ഒരു വിഷമകരമായ കാര്യമാണ്. ഇവിടെ അവർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 5 സെൻറ്റ് സ്ഥലവും ഈ പഴയൊരു വീടുമാണ് ഇതിനകത്തുള്ളത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഭിത്തിയൊക്കെ പൊട്ടിക്കേറിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കഴിയുന്നത്. അപ്പോൾ അവർക്ക് ആകെയുള്ള ഈ സ്ഥലവും വീടും കൂടെ ജപ്തി ചെയ്ത് പോയാൽ ഈ വയ്യാത്ത ഈ കൊച്ചിനെയും കൊണ്ട് അവർക്ക് പോകാൻ മറ്റൊരു മാർഗ്ഗമില്ല. എന്നാൽ ബാങ്കിൽ വലിയ കടബാധ്യത ഒരുപാട് നമുക്ക് താങ്ങാൻ കഴിയാത്ത കടബാധ്യതയില്ല. 1,70,76 രൂപയാണ് അവർക്ക് ബാങ്കിലുള്ളത്. പിന്നെ ചികിത്സയ്ക്ക് 2 പേർക്കും ചികിത്സയ്ക്ക് എത്ര രൂപ വരും? 2,500 രൂപ വരും മരുന്നിനായിട്ട് തന്നെ. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ അത് വേറെ 1,500 രൂപ. അപ്പോൾ അത്രയും പൈസ ഇവർക്ക് ആവശ്യമാണ്. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? സെൻട്രൽ ബാങ്ക്. ഏതാ ബ്രാഞ്ച്? ഏതാ? കൊടുങ്ങൂർ ബ്രാഞ്ചാണ്. ആരുടെ പേരില്ല? എന്താ പേര്? രാധാ കെ ജി. രാധാ കെ ജി എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ കുട്ടപ്പൻ. ഓക്കെ. അത് ആരുടെ? അച്ഛൻ്റെ. ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുടുംബത്തെ തീർച്ചയായിട്ടും സഹായിക്കണം. മറ്റാരും ഈ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടതുപോലെ ഇല്ല. അവരുടെ ചിലവ് കാര്യങ്ങളൊക്കെ പലപ്പോഴും നല്ലവരായ നാട്ടുകാർ സഹായിക്കുന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ ചിലവ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പെൻഷൻ, ആ കുഞ്ഞിന് കിട്ടുന്നതായിരിക്കുന്ന പെൻഷൻ കൊണ്ടും ഒക്കെയാണ്. പെൻഷൻ എത്ര രൂപ കിട്ടും? 1,500 രൂപ. 1,600 രൂപ കിട്ടും. ഇതുകൊണ്ടൊക്കെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏത് ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നത്? കോട്ടയം സ്വർഗീയ വിരുന്നിലാണ് പോകുന്നത്. ഓക്കെ. ദൈവം ഇതിനെല്ലാം ഒരു വലിയൊരു മാറ്റം തരും. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതിനായി 9745920074 എന്നീ നമ്പറിലോ 9388898993 എന്നീ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. വിളിച്ചഥവാ കിട്ടിയില്ല എങ്കിൽ 0074 എന്ന അവസാനിക്കുന്ന ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജിലൂടെ ഒരു മെസ്സേജ് അയക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. കഴിയുന്ന എല്ലാ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളായിട്ട് മാറാം. കർത്താവ് പറഞ്ഞല്ലോ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലായി പറഞ്ഞല്ലോ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് അത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ദൈവമക്കളെ നമുക്ക് സഹായിക്കണം എന്നുള്ള കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒടുവിലായിട്ട് പറയാനുണ്ടോ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ.